അതാ അപ്പോൾ ഗൈസ് നമ്മൾ വിഷുവായിട്ട് പടക്കം പൊട്ടിച്ചില്ല എന്നുള്ള പരാതി ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പടക്കം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചീനിപ്പടക്കം, പിന്നെ അതുപോലെ തന്നെ ഒരു പാക്കറ്റ് ഗുണ്ട്, അതുപോലുള്ള സംഭവങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. പ്രാവശ്യം ചെറിയ രീതിയിൽ പൊട്ടിക്കുന്നതാണ്, വലുതായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പ്രാവശ്യത്തെ വിഷു ഇങ്ങനെ കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം കണ്ടു കാണാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയൊരു വീഡിയോ കേട്ടോ. എടാ മറ്റേ പിരിവിരുണ്ട്, ഒരു പിരിവിരില്ലേ ചെറുത് ചെറുത് ട്രെയിന് ഗുണ്ടോ? ഇതെന്ത് സാധനം? അത് ഷോട്ട്. ഇത് ഒരെണ്ണല്ലേ പൊട്ടത്? അല്ല, ഇത് മറ്റേ മയില് അവിടുന്ന് ഇവിടുന്ന് കത്തുന്നത്. ഇത് പഠിക്കുക. ഇതെന്ത് സാധനം? മേലെ പോയി പൊട്ടണ. അത് ഗുണ്ടല്ലേ? പൂത്തിരി. ആ മറ്റേ സാധനം പിരിവിരി ആവുന്നുള്ളത്. അതേപോലത്തെ സാധനം. ഇത് എത്രയാണോ? കാവശ്ശേരി ഒടുക്കട്ട് മാറി നമ്മളെ മുടിക്കെടുക്കാച്ച് പിടിക്കട്ട് പൊട്ടിക്കില്ല പറഞ്ഞ ആളുകളൊക്കെ 150 ഇനി വേറെ എന്തെങ്കിലും മാറും. അപ്പൊ അങ്ങനെ വാണം വിട്ട് ഗെയ്സ് ഉദ്ഘാടനം കഴിക്കാണ്. ഇത് പൊട്ടിയ. ഇതെന്ത് പൊട്ടാത്തു? അത് പൊട്ടാത്തതാണ്. ആ കൊടുത്ത് ഇത് മേലെ പോയി പൊട്ടുമ്പോണ്ട് വന്നല്ലേ അയാള്. എന്താണ് മേലെ പോയി പൊട്ടുന്നത്? ഗൈസ് ഞങ്ങൾ ചീനി പൊട്ടിക്കാൻ പോവാണ്. അയ്യോ പൊട്ടിക്ക് കൊണ്ടുപൊട്ടിക്ക്. അത് അമരുണ്ട്, അത് കലക്കി അങ്ങനത്തെ കിട്ടണം. അടിപൊളി. വാവ് പൊളി. പൊട്ടിക്കറാ. ഓ അത് അമരുണ്ട്. യെസ്, ലാസ്റ്റ് കൊണ്ട് പൊട്ടിച്ച് നിൽക്കുന്നുണ്ട്. ബൈക്കാരൻ പോയിക്കാതിരിക്കാൻ അത് പൊട്ടുണ്ടോ കയ്യിന്ന്? അതെങ്ങനെ പൊട്ടുക? ഗുണ്ടല്ലേ? ഓഹോ, എന്നിട്ട് അതിൽ കൊളത്തണം. അതിന് സുനല്ല കമ്പിത്തിരിയോ? കമ്പിത്തിരി പേപ്പർ ഈ പെട്ടി കൊളത്തിട്ടേ ഇതാണ് കൊളത്തി വെക്ക. ഈ പെട്ടി അവിടെ പേടിക്കുന്ന നേരെ ഇട്ടാ മതി, പൊട്ടൊന്നുമില്ല. നീ ആ തീപ്പെട്ടി കൈനോട് എത്ര ഉള്ളൂ? അറിയണ്ട് കൊളുത്തുമ്പോ പെട്ടെന്നല്ലേ വന്നത്. ലാസ്റ്റ് തമരുണ്ടോ നോക്കട്ടെ ഗീസ്. ചെവിയൊന്ന് ആയിക്കോട്ടെ. അതേപോലെ തന്നെ എന്റെ പോയി കത്തിക്കരുത് തീർന്നു. ചീറ്റി പോയി അത്.
എന്തൊക്കെയാണ് പടക്കം മേടിക്കില്ല. ചീനിപ്പടക്കണ്ടേ ചീനിയിലെ കുളത്തിന് ആ തീപ്പെട്ടി ഉണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ചിടാ. അല്ല നിങ്ങൾ അയ്യേ ദാരിദ്ര്യം. ഇത് ചീനി പറക്കുന്ന തിരിയാണേ. ഞാനെന്ത് തേങ്ങ വിചാരിച്ചു. അമ്മ ഇരുന്നാ ചീനി പടക്കം ഉണ്ടാന്ന് വലിയ. ഞാൻ എന്താണാ വിചാരിച്ചു നോക്കുമ്പോ എവിടെ അതവിടെ തീപ്പെട്ടി ഇവിടെ അത് കത്തൂല. അത് തിരി മാത്രാണ് അതില്. അതിലൊന്നും പൊട്ടില്ല. നീ ഇങ്ങോട്ട് തിരിഞ്ഞാ മതി കേട്ടോ, എനിക്കൊന്നും വേണ്ട. അപ്പൊ ഗൈസ് വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ ചെറുക്കൻ്റെ കടയിൽ കുറച്ച് പടക്കണ്ട് പറഞ്ഞു വന്നാ. ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ കട. മത്താപ്പ് ഇതെന്താ പൂക്കുറ്റി പൂത്തിരി കമ്പിത്തിരി കമ്പിത്തിരി ഉണ്ട്. നിലച്ചക്ര ഉണ്ട്. നല്ല അടിപൊളി എന്താണ് ഇത്ര നേരം കത്തിച്ച ഞങ്ങളുടെ ചീനിപ്പടക്കൊക്കെ ചീറ്റി മൈസൂർ പാക്ക് ഉണ്ട്. ഇത് കണ്ടാലും അറിയാം ഒരു ഗുണ്ടിന്റെ അമരം ഉണ്ടാവുന്നു. എന്തായാലും പൊട്ടിക്കാൻ പോണ്. പൊട്ടിച്ച് കാണിച്ചിരാന്നൊക്കെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തന്നിട്ട് എടുത്താൽ മതി എന്നൊക്കെ പറയണത്. എടാ അതിന്റെ ഇത് കൂട്ടണം. അതിന്റെ ഇത് കൂട്ട്. അത് പോയി 50 അതമരുണ്ട്. ഇവരും ഇവിടുന്ന് തന്നെ പൊട്ടിച്ച് തീർക്കുവോ? എടാ അപ്പുറത്ത് ഒടിക്കണ്ട കേട്ടോ. അത് പൊടിയാണ്. മതി ഇത് ഫുള്ള് ഊസാണല്ലോ. ഇനി മതി കൊണ്ടുവച്ചോ. അപ്പൊ ഗൈസ് ഞങ്ങളെല്ലാം ഇവിടുന്ന് എടുത്തിട്ടുണ്ട് പടക്കങ്ങൾ. പിന്നെ തീപ്പെട്ടി പോക്കറ്റിലുണ്ട്. ലൈറ്റർ എടുത്തോണെങ്കിൽ ലൈറ്റ് എടുത്തോ നല്ലത് ഉണ്ട്. അപ്പൊ ഞാൻ അടുത്ത 2ാം വേരിയുള്ളത് പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് അമരം. നിന്റെ വാപ്പ എവിടെ വാങ്ങി ഉണ്ടാക്കിയതാണോ? ഇതാണ് അമരം. ഞാൻ കൊടുത്തില്ല. അപ്പൊ ഈ കൊല്ലത്തെ വിഷു ഖുദഹവ എല്ലാ പടക്കം ചീറ്റിപ്പോയി. അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടും ചീറ്റിക്കാം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നോട്ട് ദ പോയിന്റ്.